എന്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു അത്തിവൃക്ഷത്തെ ശപിച്ചു? വൈ ജീസസ് കേഴ്സഡ് ദ ഫിഗ് ട്രീ? എന്തുകൊണ്ടാണ്? എന്താണ് അതിന് കാരണം? മർക്കോസിന്റെ സുവിശേഷം 11:13 വാക്യം ആദ്യം നമുക്ക് വായിക്കാം. ഈ അത്തിവൃക്ഷത്തെ ശപിക്കാനുണ്ടായ ഒന്നാമത്തെ കാരണം, ആ അത്തിമരത്തിൽ ഒരുപാട് ഇലകൾ ഉണ്ടായിരുന്നു, ഒറ്റ ഫലം പോലും ഉണ്ടായിരുന്നില്ല. ഇതാണ് കർത്താവായ യേശു ക്രിസ്തു അത്തിവൃക്ഷത്തെ ശപിക്കാനുണ്ടായ ഒന്നാമത്തെ കാരണം. അതായത് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് ഇലകളുള്ള മനോഹരമായ വൃക്ഷമായിട്ട്, ആരോഗ്യമുള്ള ഒരു വൃക്ഷമായിട്ട് അത്തിമരത്തെ കാണാൻ കഴിയും. പക്ഷേ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ വൃക്ഷത്തിന് ഉണ്ടാകേണ്ടിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളില്ലായിരുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, ആ അത്തിമരത്തിൽ ഇലകളുണ്ടായിരുന്നു, എന്നാൽ മനുഷ്യന് പ്രയോജനകരമായ, അവന്റെ വിശപ്പ് മാറ്റുന്ന, ദാഹം മാറ്റുന്ന, അവനെ സംതൃപ്തിപ്പെടുത്തുന്ന ഫലങ്ങളില്ലായിരുന്നു. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മളാകുന്ന വൃക്ഷത്തിൽ, നമ്മളാകുന്ന അത്തിവൃക്ഷത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആത്മഫലങ്ങളാണ്. ചിലപ്പോൾ നമുക്ക് നല്ല പ്രാർത്ഥന ഉണ്ടായിരിക്കാം, വിശ്വാസം ഉണ്ടായിരിക്കാം, താലന്തുകൾ ഉണ്ടായിരിക്കാം, പ്രസംഗിക്കാനുള്ള കഴിവ്, എഴുതാനുള്ള കഴിവ്, ഇങ്ങനെ പല നേട്ടങ്ങളും കഴിവുകളൊക്കെ നമുക്കുണ്ടായിരുന്നിരിക്കാം. അതിനേക്കാളെല്ലാം ഉപരി ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഫലങ്ങളാണ്. എന്തുകൊണ്ടാണ് യേശു ആ ഫലത്തെ തിരഞ്ഞത്? യേശുവിന് വിശന്നു. ഇപ്പൊ സാധാരണ പറയുന്നത് അത്തിപ്പഴത്തിന്റെ സീസൺ അല്ലായിരുന്നു എന്ന് സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്. എങ്കിലും അത്തിമരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, സീസൺ അല്ലെങ്കിൽ പോലും ഒരു കനിയെങ്കിലും അവശേഷിപ്പിക്കാതെ ഒരു അത്തി മരവും നിൽക്കുകയില്ല. ഏത് സമയത്ത് ചെന്നാലും ഒരു പഴമെങ്കിലും കിട്ടും. എന്നാൽ വിശന്ന് എന്തെങ്കിലും പഴം കഴിച്ച് ആശ്വാസം പ്രാപിക്കാനായി ആ അത്തിവൃക്ഷത്തിന്റെ അരികിലേക്ക് ചെന്നപ്പോൾ ഒരൊറ്റ പഴം പോലുമില്ല. പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം അടിപൊളി, ആന്തരികമായിട്ട് ഒന്നുമില്ല, വെറും സീറോ മാത്രം. പ്രിയപ്പെട്ടവരെ, ലോകം പുറമെയുള്ളതാണ് നോക്കുന്നത്, ദൈവം നോക്കുന്നത് അകമയുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നോക്കുമ്പോൾ പുറമെ ഒന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല, പുറമെ ശൂന്യമായിരിക്കാം, പറയാനൊന്നുമില്ലായിരിക്കാം, പ്രശംസിക്കാനൊന്നുമില്ലായിരിക്കാം, പക്ഷേ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവം ആഴ്ന്നിറങ്ങി നോക്കുമ്പോൾ അവിടെ ദൈവത്തിന് പ്രസാദിപ്പിക്കുന്ന, ദൈവത്തിന് പ്രസാദകരമായ ഫലങ്ങളുള്ള ഒരു ക്രിസ്തീയ ജീവിതം ദൈവം എപ്പോഴും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. വചനം എന്താ പറയുന്നത്? ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ലെന്നാണ്. ആത്മഫലമുള്ള ഒരു ജീവിതമുണ്ടെങ്കിൽ ന്യായപ്രമാണത്തിന്റെ ഒരു ശാപവും നമുക്കുണ്ടാവില്ലെന്നാണ്. അതാണ് സത്യം. നമ്മളെല്ലാം ഓരോ വൃക്ഷങ്ങളാണ്. അതിൽ ഒരുപാട് ഇലകൾ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരുപാട് ശാഖകളില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എന്തുണ്ടായിരിക്കണം? ഫലമുണ്ടായിരിക്കണം. ഫലങ്ങളാൽ നിറഞ്ഞ് തുളുമ്പുന്ന വൃക്ഷങ്ങളായി നമ്മൾ മാറണം. കർത്താവ് ആ വൃക്ഷത്തിലേക്ക് നോക്കിയപ്പോൾ ഒറ്റ ഫലമില്ലായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് അതിനെ ശപിക്കാനുണ്ടായ ഒന്നാമത്തെ കാരണം. ഇത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.